സസ്പെൻസുകളുടെ പാർട്ടിയാണ് ബി ജെ പി. ബി ജെ പി ഒരുക്കുന്ന സർപ്രൈസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീരമായിരിക്കും. സൗത്ത് ഇന്ത്യയിൽ ഒരു വൻ പദ്ധതി അല്ലെങ്കിൽ വൻ നീക്കം ബി ജെ പി നടത്താൻ പോകുന്നു. അതിൻ്റെ ആദ്യഘട്ടം യോഗം ദക്ഷിണേന്ത്യയിലെ നേതാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തുകയും ചെയ്തു. അതിലങ്ങ് പങ്കെടുക്കുകയും ചെയ്തല്ലോ. ബി ജെ പി എന്ത് സർപ്രൈസാണ് കേരളത്തിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്? ആക്ച്വലി ചെന്നൈയിൽ വെച്ച് നടന്ന ആ യോഗം ചെന്നൈ, കേരളം, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള പുതുച്ചേരി, കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി, ഈ 3 സംസ്ഥാനങ്ങളുടെ മീറ്റിംഗാണ് അന്ന് അവിടെ നടന്നത്. അത് ആക്ച്വലി ഇനി വരാൻ പോകുന്ന ഒരു മാസ കാലയളവിലേക്ക് ബൂത്ത് തലം വരെയുള്ള ബി ജെ പിയുടെ പ്രവർത്തകരെ ശാക്തീകരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരെ ഒന്ന് റിഫ്രഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് അവിടെ നിർണ്ണയിക്കപ്പെട്ടത്. പഠന ശിബിരമാണ് നടക്കാൻ പോകുന്നത്. പഠന ശിബിരം എല്ലാ കാലയളവിലും നടക്കാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അടുപ്പിച്ച് വന്ന തെരഞ്ഞെടുപ്പുകൾ, ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ട് കോർപ്പറേഷൻ ഇലക്ഷൻ, അതിൻ്റെ തയ്യാറെടുപ്പുകൾ, നിരന്തരമായിട്ടുള്ള പ്രവർത്തന മേഖലയിലായിരുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെല്ലാം, ബൂത്ത് തലം വരെയുള്ള പ്രവർത്തകർ. അതിനുശേഷം ഒരു ബ്രീത്തിങ് ടൈം കിട്ടിയിരിക്കുകയാണ്. ഈ സമയം വീണ്ടും പ്രവർത്തകരെ റിഫ്രഷ് ചെയ്യാനും പുതിയ ഒരുപാട് പ്രവർത്തകർ നമ്മുടെ പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവർക്ക് പാർട്ടിയുടെ അടിസ്ഥാന ആശയം തുടങ്ങി എന്താണ് ബി ജെ പി ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്, അതായത് ഇനി വരാൻ പോകുന്ന 2029 ലക്ഷ്യമാക്കി നീങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളിലേക്കാണ് നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു അവയർനെസ് നടത്താനായിട്ട് 2 ദിവസം നീളുന്ന പഠന ശിബിരങ്ങൾ നടത്തുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു TOT പ്രോഗ്രാം, ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമാണ് സത്യത്തിൽ ചെന്നൈയിൽ നടന്നത്. അതിലെല്ലാം ഓൾമോസ്റ്റ് തീരുമാനമായി. ബി ജെ പിയുടെ ദേശീയ നേതാക്കൾ അതിൽ പങ്കെടുത്തു. ആവശ്യമുള്ള ഡയറക്ഷൻസൊക്കെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ കേരളത്തിൽ ബി ജെ പിയുടെ നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മീറ്റിംഗ് തൃശ്ശൂർ കഴിഞ്ഞു. ഇനി 2 സോണുകളിലായിട്ട് കോഴിക്കോട് മീറ്റിംഗ് കഴിഞ്ഞു. കൊല്ലത്ത് മീറ്റിംഗ് നിശ്ചയിച്ചിരുന്നു. അത് പെട്ടെന്ന് അകാലത്തിൽ പെട്ടെന്ന് ഞങ്ങളുടെ ഓർഗനൈസിംഗ് സെക്രട്ടറി, മേഖലാ സംഘടനാ സെക്രട്ടറി പപ്പേട്ടൻ വിട പറഞ്ഞു പോയി. അതുകൊണ്ട് ആ മീറ്റിംഗ് നമ്മൾ പോസ്റ്റ്പോൺ ചെയ്തിരുന്നു. അതിപ്പോൾ ഈ വെള്ളിയാഴ്ച നടക്കാൻ പോവുകയാണ്. അതുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശിബിരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഉദ്ദേശിക്കുന്നത് പാർട്ടിയുടെ പ്രവർത്തനം നമ്മൾ എത്രയൊക്കെ അടുക്കും ചിട്ടയോടും കൂടി കൊണ്ടുപോയാലും അതിൻ്റെ ഒരു ഉൾക്കാമ്പെന്ന് പറയുന്നത് ബൂത്തിലെ പ്രവർത്തകരുടെ കയ്യിലാണ്, ബൂത്ത് പ്രവർത്തനത്തിലാണ്. അപ്പോൾ അവിടെ എത്രത്തോളം ശക്തി ഉണ്ടാകുന്നോ അതനുസരിച്ച് സംഘടന മുന്നോട്ട് ചലിക്കൂ എന്നുള്ള യാഥാർത്ഥ്യം ഇന്നല്ല, കാലങ്ങളായി മനസ്സിലാക്കിയതാണ്. അങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ, അദ്ദേഹം വീണ്ടും 3ാമത് അധികാരത്തിൽ വന്നതും ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും ബി ജെ പി ഭരിച്ചുകൊണ്ടിരിക്കുന്നതും. കേരളത്തിൽ ആ പ്രവർത്തനം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ വലിയ മുന്നോട്ടുള്ള ഒരു പ്രയാണം അല്ലെങ്കിൽ പ്രവർത്തനം എന്നുള്ള രീതിയിൽ ബൂത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ബൂത്തിനെ ശക്തിപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പദ്ധതികളെല്ലാം കൊണ്ടുവരുന്നത്. ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏതാണ്ട് 60% ബൂത്തുകളിൽ ബി ജെ പിക്ക് സജീവ കമ്മിറ്റികളുണ്ട്. ഒരു 20-25% ബൂത്തുകളിൽ താൽക്കാലിക സംവിധാനങ്ങളാണ്, കമ്മിറ്റികളാണ്. പൂർണ്ണ കമ്മിറ്റികളെന്ന് നമുക്ക് പറയാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ബി ജെ പി ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 300-ൽ പരം അഡീഷണലായിട്ട് പഞ്ചായത്ത് വാർഡുകളിൽ സീറ്റുകൾ വർധനവ് വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുണ്ടായത്, അതിൻ്റെ കൃത്യമായ പഠനം നടത്തിയപ്പോൾ അതുണ്ടായത് എവിടെയാണോ ബൂത്തുകൾ ശാക്തീകരിക്കപ്പെട്ടത് അവിടെ ബി ജെ പിക്ക് അനായാസേന വിജയിക്കാൻ സാധിക്കുന്നു എന്നുള്ള പഠനം നടത്തി കഴിഞ്ഞിരുന്നു പാർട്ടി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ നമ്മൾ വികസിത കേരളം എന്നുള്ള ഒരു മോട്ടോ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ശ്രീ രാജീവ് ചന്ദ്രശേഖർജി, ബഹുമാന്യനായ സംസ്ഥാന അധ്യക്ഷൻ, അദ്ദേഹം ചാർജ് എടുത്തതിന് ശേഷം അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു മുദ്രാവാക്യമാണ് വികസിത കേരളം. മാറാത്തതിനി മാറും എന്നൊക്കെയുള്ള ചില മുദ്രാവാക്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ച്, അത് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് കോർപ്പറേഷൻ ഇലക്ഷൻ തൊട്ട് നിയമസഭ, ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പാർട്ടി മുന്നോട്ട് പോയത്. അപ്പോൾ അത് ജനങ്ങളിലേക്ക് അവർ പരസ്പരം സംസാരിക്കുന്ന രീതിയിൽ, അവർ മാത്രമല്ല, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, പ്രതിപക്ഷ പാർട്ടികൾ പോലും, ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ്, അന്ന് പ്രതിപക്ഷമായിരുന്നു, കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ഒക്കെ ഈ വാക്കുകൾ വികസിതം, വികസനം എന്നൊക്കെ ഉള്ള വാക്കുകൾ ആവർത്തിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത് എവിടെ നിന്നാണ് ഉണ്ടായത്?
എല്ലാ രാഷ്ട്രീയ പാർട്ടിയും വികസനം വികസിതം എന്നൊക്കെ പറയുമെങ്കിലും ഇതിനെ ഇത്ര കാര്യഗൗരവത്തോടെ കാണാൻ തുടങ്ങിയത് ബഹുമാന്യനായ രാജീവ് ചന്ദ്രശേഖർജി ഈ ഒരു മുദ്രാവാക്യം കേരളത്തിൻ്റെ മുന്നിലേക്ക് വെക്കുന്നതിന് ശേഷമാണ്. വേറൊന്നും BJP സംസാരിച്ചിട്ടില്ല. കേരളം വികസിക്കണം, മറ്റു സംസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുന്നതിനൊപ്പം കേരളവും മുന്നോട്ട് പോകണം. കേരളം നമ്മൾ പറയുന്നത് ഒരു വികസിത സംസ്ഥാനമാണെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ആക്ച്വലി നമ്മൾ പല മേഖലകളിലേക്കും കടന്നു ചെല്ലുമ്പോൾ അടിസ്ഥാനപരമായി എത്തേണ്ട പല കാര്യങ്ങൾ പോലും എത്താത്ത സ്ഥലങ്ങളുണ്ട്, അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട്. അതിലൊരു ഉദാഹരണം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു അവലോകന യോഗത്തിൽ, ഇലക്ഷന് ശേഷമുള്ള ഒരു അവലോകന യോഗത്തിൽ പാലക്കാട് പങ്കെടുക്കണമായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ MG രമേഷ്ജിയോടൊപ്പം അവിടെ പങ്കെടുക്കണം. അങ്ങനെ പങ്കെടുക്കുമ്പോൾ തരൂര് എന്ന് പറയുന്ന മണ്ഡലം, ആ തരൂര് മണ്ഡലത്തെ കുറിച്ചുള്ള അവലോകനം വന്ന സമയത്ത് പ്രവർത്തകർ പറയുകയാണ്, ഇപ്പോഴും അവിടെ ഒരു 4-5 കാറ്റഗറിയിൽപ്പെട്ട, അതായത് നായാടി എന്നൊക്കെ നമ്മൾ പറയുന്ന, നായാടി മുതൽ നമ്പൂരി വരെ എന്നൊക്കെ നമ്മൾ കേട്ടല്ലോ, ആ വിഭാഗത്തിൽപ്പെടുന്ന 4-5 വിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകൾ ഇന്നും അത്രയും അപരിഷ്കൃതരായി, അവർ സംഖ്യയിൽ വളരെ കുറവാണ്. ചിലർ 40 കുടുംബങ്ങളേ ഉള്ളൂ, ചിലർ 140 കുടുംബങ്ങളേ ഉള്ളൂ. പക്ഷെ നമ്മൾ ആലോചിക്കണം, കേരളത്തിൽ സാക്ഷര കേരളം, വികസിത കേരളം എന്ന് പറയുമ്പോഴും ഇപ്പോഴും അവർക്ക് അവരെ ആരും പരിഷ്കൃത സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് അവിടെ അവർ പറഞ്ഞത്. അവിടെ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവരെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം കുട്ടികളെ വിദ്യാഭ്യാസത്തിന് വിടാനായിട്ടുള്ള വൈമുഖ്യമുണ്ട് അതിൽ 1-2 വിഭാഗക്കാർക്ക്. അവരിപ്പോഴും പാമ്പിനെയും എലിയെയും ഒക്കെ പിടിച്ച് ഭക്ഷിക്കുന്നു. അത് അവരുടെ ജീവിത രീതിയല്ലേ എന്ന് പറഞ്ഞ് നമുക്കതിനെ മാറ്റാൻ സാധിക്കില്ല. കാരണം എന്തുകൊണ്ട്, ചെറിയൊരു സമൂഹമാണ്. ഇങ്ങനെ 3-4-5 സമൂഹങ്ങളെ നമ്മൾക്ക് ഉയർത്തിക്കൊണ്ട് വരാൻ ഞാൻ കേരളത്തിൻ്റെ ഒരു ചിത്രം മാത്രം കാണിക്കുകയാണ്. ഈ പരിഷ്കൃത സമൂഹം എന്ന് പറയുന്നിടത്തും ഇത്തരത്തിലുള്ള വിഭാഗങ്ങൾ ഇന്നും അവർക്ക് തിരിച്ചറിവുണ്ടാക്കി കൊടുക്കാൻ ഈ മാറി മാറി വന്ന ഭരണത്തിന്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ജീവിത സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു ചെറിയ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ എത്രയൊക്കെ വലിയ പുരോഗതി നേടിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വിഭാഗമെങ്കിലും ജീവിക്കുന്നെങ്കിൽ നമ്മൾ പരാജയമാണ്. ഒരു വിഭാഗം പോലും ജീവിച്ചാൽ, ഒരാൾ പോലും, കാരണം നമ്മൾ ആദിവാസി ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതെ, നമ്മളുടെ മക്കളെ പോലും നമ്മൾ ആക്കില്ല. അപ്പോൾ ആ വിഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്നവർ അങ്ങനെ അല്ലാതെ അവരുടേതായ വികസനത്തിലും അവരുടേതായ ജീവിത നിലവാരം മെച്ചപ്പെടുന്നതിലും ഉണ്ടായിട്ടില്ല, അതിന് മാറ്റം ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പരാജയപ്പെടുകയാണ്. ആ ഒരു സത്യത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം ഞാനും ഈ കേരളത്തിലാണ്, ഈ എറണാകുളത്താണ് ജീവിക്കുന്നതെങ്കിലും ഇങ്ങനെ ഒരു ചിത്രം തരൂരുണ്ട് എന്നുള്ളത് സത്യത്തിൽ ഞാൻ അവലോകന യോഗത്തിലാണ് മനസ്സിലാക്കുന്നത്. ഞാൻ അവരോട് പറയുകയും ചെയ്തു, എനിക്ക് അവിടെ വരണം, അവരെയൊക്കെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ എപ്പോഴാണെന്ന് വെച്ചാൽ വന്നോളൂ, കൊണ്ടുപോകാം. അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥി ഉൾപ്പെടെ, BJPയുടെ സ്ഥാനാർത്ഥി ഉൾപ്പെടെയാണ് പറഞ്ഞത്. അപ്പോൾ അത് മുതൽ ഞാനത് ചിന്തിക്കുകയാണ്. കാരണം നമ്മളിങ്ങനെ കാണാത്ത എത്രയോ മേഖലകൾ ഇവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട്, ആരും അവരെ അഡ്രസ്സ് ചെയ്യുന്നില്ല. അപ്പോൾ വികസനത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ എല്ലാം എത്തിയെന്ന് പറയുമ്പോഴും നമ്മൾ കണ്ണടച്ചിരുട്ടാക്കുകയാണ്. പലതും എത്താനുണ്ട്, പലരിലേക്കും എത്താനുണ്ട്. അപ്പം BJP ഇപ്പോൾ ഈ പഠനശിബിരത്തിലായാലും BJPയുടെ ഒരു വിഷയം എന്ന് പറയുന്നത് ഏകാത്മ മാനവ ദർശനമാണ്. അപ്പോൾ അത് പറയുമ്പോൾ തന്നെ അതിൻ്റെ അടിസ്ഥാന ആശയം, BJPയുടെ അടിസ്ഥാന ആശയത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുന്നത് ഒരു വരിയിൽ അവസാനം നിൽക്കുന്നവനിലും വികസനം എത്തിക്കുക എന്നുള്ളതാണ്. മോദിജി എപ്പോഴും പറയുന്നത് അതാണ്, സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് അദ്ദേഹം പറയുമ്പോൾ ഒരു വരിയിൽ അവസാനം നിൽക്കുന്നവനിലും വികസനം എത്തിക്കുക എന്നുള്ള സങ്കല്പമാണ്. ആ സങ്കല്പം ബൂത്ത് തല പ്രവർത്തകരുടെ മനസ്സിലേക്ക് എത്തിച്ച് ബൂത്തിൽ കൂടി എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നുള്ളതാണ് സത്യത്തിൽ ഈ വലിയൊരു പദ്ധതി കൊണ്ട്, അല്ലെങ്കിൽ ഈ പഠനശിബിരം കൊണ്ട് പാർട്ടി ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഓവറോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. പ്രവർത്തകരെ മോട്ടിവേറ്റ് ചെയ്യുക, അതുവഴി അവിടുത്തെ സമൂഹത്തെ അവർ മോട്ടിവേറ്റ് ചെയ്യുക. അവിടെ എന്തൊക്കെയാണ് വിഷയങ്ങൾ, എന്തൊക്കെയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ, അതിനെ അഡ്രസ്സ് ചെയ്യുക. അവിടെ എങ്ങനെ നിലപാടുകൾ എടുക്കാൻ സാധിക്കും, പാർട്ടിക്ക് എങ്ങനെ അവിടെ പ്രവർത്തിക്കാൻ സാധിക്കും, എങ്ങനെ അതിന് പരിഹാരമുണ്ടാക്കാൻ സാധിക്കും. ഒരു പാരലൽ സംവിധാനം, ഭരണപക്ഷത്തേക്ക് എത്താൻ സാധിച്ചിട്ടില്ല, നമ്മൾക്ക് 3 MLA-മാരേ ആയിട്ടുള്ളൂ. എന്നാൽ ഭരണപക്ഷത്തിൻ്റെ പോലെ തന്നെ ഒരു പാരലൽ സംവിധാനമായിട്ട് നിന്നുകൊണ്ട് എങ്ങനെ ജനങ്ങളെ അഡ്രസ്സ് ചെയ്യാം, അവരുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാം എന്ന് നമ്മുടെ ബൂത്ത് തല പ്രവർത്തകരെ വരെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള ഒരു വലിയ പദ്ധതിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിപ്പോൾ കേരളത്തിൻ്റെ ഒരു അടിസ്ഥാന പദ്ധതിയായിട്ടാണ് അതിനെ കണക്കാക്കുന്നതെങ്കിലും BJP രാഷ്ട്രീയമായിട്ട് ചില ലക്ഷ്യങ്ങൾ കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ടാവുമല്ലോ.
അതായത് ഇവിടെ ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്ന ബി.ജെ.പിക്ക് എന്തായാലും അത് മാത്രം ആ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും ചില സ്ട്രാറ്റജികൾ 3-ൽ നിന്ന് 30-ലേക്കുള്ള ദൂരം വളരെ അടുത്താണ്. അത് ഒരുപാട് അകലെയല്ല എന്നുള്ളതാണ്. ചിലപ്പോൾ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഒക്കെ നടപ്പിലാക്കുകയാണെങ്കിൽ ഒരു 3 വർഷത്തിനുള്ളിൽ തന്നെ അത് സാധ്യമായെന്ന് വരും. 3 വർഷം കൊണ്ട് 3-ൽ നിന്ന് 30-ലേക്ക് പോകാൻ ബി.ജെ.പി എടുക്കുന്ന ആ പ്രധാനപ്പെട്ട ഒരു തീരുമാനമുണ്ടല്ലോ. അതിൽ എന്തായിരിക്കും കേരളത്തെ ഒരു സർപ്രൈസ് ആയിട്ടിരിക്കുന്നത്? മുൻപ് ബി.ജെ.പിയുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ബി.ജെ.പി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിയമസഭയിൽ കൂടി പറയാനായിട്ട് നമ്മൾക്ക് അവസരം ഉണ്ടായിരുന്നില്ല. അതെ. രാജേട്ടൻ ഒരു തവണ തെരഞ്ഞെടുക്കപ്പെട്ടു വന്നു. രാജഗോപാൽ. പിന്നീട് നമ്മൾക്ക് വിജയിക്കാൻ സാധിച്ചില്ല. പക്ഷേ പൂർവാധികം കരുത്തോടെ ഇത്തവണ നമ്മൾക്ക് 3 എം.എൽ.എമാർ, അതും പ്രഗത്ഭരായ 3 ആളുകൾ അതെ. ഇന്ന് നിയമസഭയിലുണ്ട്. ഇന്നിപ്പോൾ അവിടെ ആ ശബ്ദം നിയമസഭയ്ക്കുള്ളിൽ നിന്നും ബി.ജെ.പിയുടെ ശബ്ദം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ എന്താണ് ബി.ജെ.പി പറയുന്നത്, ഓരോ വിഷയം വരുമ്പോഴും എന്താണ് ബി.ജെ.പിയുടെ അതിലെ താല്പര്യം അല്ലെങ്കിൽ സന്ദേശം എന്താണെന്ന് ജനങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ഒരു ശക്തി കിട്ടിയിരിക്കുകയാണ്. നിയമസഭയ്ക്കുള്ളിൽ നിന്ന് ഇതുവരെ നമ്മളെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് പുറത്തു നിന്ന് പറയാനല്ലേ സാധിക്കൂ, നിങ്ങൾക്ക് ആരും അകത്തില്ല, നിങ്ങളെ ജനം അകത്തേക്ക് വിടില്ല എന്ന് പറയുന്നിടത്ത് നമ്മളെ ജനം അകത്തേക്ക് വിടും എന്ന് നമ്മൾ തെളിയിച്ചു. പക്ഷേ 3 അല്ലായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. അതിൽ കൂടുതൽ ആളുകൾ നിയമസഭയിൽ എത്തുമെന്നുള്ള വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. അത്രയും വലിയ പ്രവർത്തനങ്ങളും നടന്നിരുന്നു. പക്ഷേ അറിയാം, ഇവിടുത്തെ രാഷ്ട്രീയത്തിൻ്റെ പോക്ക് നമുക്കറിയാം. വലതുപക്ഷ രാഷ്ട്രീയമായ UDF അവരെടുത്ത നിലപാട്, ഇടതുപക്ഷം സ്വാഭാവികമായിട്ടും അവർ ഭരണത്തിലിരുന്ന് ചെയ്തു കൂട്ടിയ പ്രശ്നങ്ങളുടെ പേരിൽ അവരെ ജനം പുറത്തേക്ക് തള്ളിയതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൽ കൂടുതൽ ആളുകൾ ബി.ജെ.പിക്ക് നിയമസഭയ്ക്കുള്ളിൽ വരേണ്ടതായിരുന്നു. സ്വാഭാവികമായിട്ടും ആ എഡ്ജിൽ തന്നെ വന്ന് നിൽക്കുകയാണിപ്പോൾ. ഒരു തള്ളും കൂടി തള്ളിയാൽ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ബി.ജെ.പി നേതാക്കൾ അടുത്ത തവണ നിയമസഭയിലെത്തും. അതെ. ആ ഒരു തള്ളിനാണ് ബി.ജെ.പി ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. അതായത് 2029 ഇനിയിപ്പോൾ 1 നേഷൻ 1 ഇലക്ഷൻ അങ്ങനെ ഒരു പ്രഖ്യാപനമുണ്ട്, നമുക്കറിയില്ല. അതൊക്കെ കേന്ദ്ര ഗവൺമെൻറ് പറയേണ്ടതാണ്. അല്ലെങ്കിൽ 5 വർഷം പൂർത്തീകരിക്കുന്ന സമയത്ത് എങ്ങനെയായാലും 2029-30 ബി.ജെ.പി ഈ 30 എന്നുള്ള സംഖ്യയല്ല, ഭരണത്തിലേക്ക് എത്താനുള്ള പ്രവർത്തനം തന്നെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തന പദ്ധതിയിൽ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ജനക്ഷേമകരമായ പദ്ധതികൾ, മോദിജിയുടെ പദ്ധതികൾ എത്തിക്കുക എന്നുള്ളത് തുടങ്ങി, ജനങ്ങളുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് തുടങ്ങി, ഏതാണോ ഉരുത്തിരിഞ്ഞു വരുന്ന രാഷ്ട്രീയ സാഹചര്യം, ആ രാഷ്ട്രീയ സാഹചര്യങ്ങളെ എങ്ങനെ വിലയിരുത്തി മുന്നോട്ട് പോകണമെന്നും ബി.ജെ.പി ഇതിനോടകം അതിനു വേണ്ടിയും തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വലിയ പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി, അങ്ങനെ 2-3 പ്ലാനുകൾ ബി.ജെ.പിയുടെ കയ്യിലുണ്ടാവും. അത് വളരെ കൃത്യമായിട്ട് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, വളരെ കൃത്യമായിട്ട് ജനങ്ങളുടെ ഒപ്പം നിന്ന് അവരുടെ സഹായത്തോടെ അവരെ ചേർത്ത് നിയമസഭയിലേക്ക് എത്തുക എന്നുള്ളത് പാർട്ടി മുൻകൂട്ടി കണ്ടു കഴിഞ്ഞു. അതിൻ്റെ തുടക്കം എന്തായാലും ഈ രീതിയിൽ 3 പേര് അതിൻ്റെ ഉള്ളിലെത്തി, അങ്ങനെ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട്. അതൊരു വലിയ ആത്മവിശ്വാസം ഇന്ന് ബി.ജെ.പിയുടെ പ്രവർത്തകർക്ക്, ബി.ജെ.പിയെ നിരീക്ഷിക്കുന്ന ആളുകൾക്ക്, അനുഭാവികളായിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഒരു വലിയ ആത്മവിശ്വാസം ഇന്ന് വന്നു ചേർന്നിട്ടുണ്ട്.